കൃത്യമായി ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ്. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നു. ഗൗതം, ബി ജെ പിക്ക് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടായ കാലഘട്ടം കൂടിയാണിത്. കാരണം ആദ്യമായി ലോക്സഭയിലേക്ക് ഒരാളെ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്ന ഒരു വലിയ വിജയത്തിൻ്റെ വലിയ പൊൻതിളക്കം കൂടി ബി ജെ പിക്കുണ്ട്. അതുമാത്രമല്ല, നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പിയുടെ മാരാർജി ഭവൻ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യാനായി ഇന്ന് രാത്രി തലസ്ഥാനത്തെത്തുന്നു. ഈ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗൗതം, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറൽ സെക്രട്ടറിമാർ, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതാണ്, സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ജനറൽ സെക്രട്ടറിമാരാണ്. 4 ജനറൽ സെക്രട്ടറിമാർ, ഇതിൽ 2 പേർ എം ടി രമേശും അതേപോലെ തന്നെ ശോഭ സുരേന്ദ്രനും. ഇവർ നേരത്തെയും ജനറൽ സെക്രട്ടറിമാരായി ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റായിരുന്നു. വീണ്ടും ജനറൽ സെക്രട്ടറിയായി പദവി ഉയർത്തുന്നു. അതുമാത്രമല്ല, പുതുതായി അല്ല, സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ വളരെ നിർണായകമായ പദവിയിലേക്ക് 2 പേർ ഉയർന്നു വരുന്നു. ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ്, അതേപോലെ തന്നെ അനൂപ് ആൻ്റണി, യുവമോർച്ചയിലൂടെ പാർട്ടി ശ്രദ്ധേയനായ യുവാക്കളുടെ മുഖം. ഇങ്ങനെ 4 പേർ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരായും വരുന്നു. എങ്ങനെ കാണാം ഒറ്റ നോട്ടത്തിൽ ഈ ഭാരവാഹി പട്ടികയെ, ഗൗതം? വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് രാത്രിയോടുകൂടി കേരളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം നാളെ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് വൈസ് പ്രസിഡന്റുമാർ 10 പേരും അതോടൊപ്പം തന്നെ 4 ജനറൽ സെക്രട്ടറിമാരും 10 സെക്രട്ടറിമാരും ഒക്കെ അടങ്ങുന്ന ഒരു വിശാലമായ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ആ പേരുകൾ വളരെ വേഗത്തിലൊന്ന് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലെ നിർണായകമായ പല പേരുകൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഉപാധ്യക്ഷന്മാർ, കഴിഞ്ഞ ടേമിൽ തന്നെ ഉപാധ്യക്ഷന്മാരായിരുന്ന നിരവധി ആളുകളെ നമുക്ക് ഈ ടീമിനകത്തും നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള നിരവധി നേതാക്കൾ, അതായത് കഴിഞ്ഞ സംസ്ഥാന ഭാരവാഹി പട്ടികയിലും അദ്ദേഹം ഈ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. ഒപ്പം സംസ്ഥാന വക്താവ് എന്നുള്ള നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഗൗതം, തുടരാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് വിനോദ്. അതായത് കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ മുഖമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലും അതോടൊപ്പം തന്നെ ഭൗതിക തലങ്ങളിലുമൊക്കെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാർ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാൽ തന്നെ ആ ഒരു ടീമിനെ നിലനിർത്തുവാൻ രാജീവ് ചന്ദ്രശേഖറും ശ്രമിക്കുന്നു എന്നത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ഒരു വലിയ മുന്നേറ്റം, അത് ബി ജെ പി സംസ്ഥാന ഘടകം അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് നിലവിൽ ഈ കഴിഞ്ഞ ടീമിൽ തന്നെയുള്ള നിരവധി മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള നേതാക്കന്മാരെ, കാര്യകർത്താക്കളെ ഇപ്പോൾ ഈ പുതിയ ടീമിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. ഈ സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ പട്ടിക തന്നെ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും സി സദാനന്ദൻ മാസ്റ്ററും ഇവരെല്ലാം കഴിഞ്ഞ ടീമിലും ഉപാധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നതാണ്. ഒപ്പം ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാർ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വന്നിരുന്നുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കുകയും സംഘടനയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ്. ഒപ്പം ജനറൽ സെക്രട്ടറിമാരിലേക്ക് വീണ്ടും തിരിച്ചെത്തിക്കഴിഞ്ഞാൽ 4 ജനറൽ സെക്രട്ടറിമാർ, എം ടി രമേശ്, ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എസ് സുരേഷ്, അനൂപ് ആൻ്റണി. എം ടി രമേശ് ഇതിൽ കഴിഞ്ഞ ടീമിലും ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതാണ്. ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ടീമിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഉപാധ്യക്ഷ എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അതിന് മുൻപ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഒപ്പം അനൂപ് ആൻ്റണിയും അഡ്വക്കേറ്റ് എസ് സുരേഷുമാണ് ഈ ജനറൽ സെക്രട്ടറിമാരിൽ പുതിയതായി ആ പദവിയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഭാരവാഹി പട്ടികയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇവർ 2 പുതുമുഖങ്ങൾ തന്നെയാണ്. അഡ്വക്കേറ്റ് എസ് സുരേഷ് കഴിഞ്ഞ ടീമിൽ
സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ABVP-യിലും യുവമോർച്ചയിലും ഒക്കെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച വ്യക്തിയാണ്. അനൂപ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം നടത്തിയിരുന്നത്. അവിടെ BJP-യുടെ കേന്ദ്ര കാര്യാലയം അശോക റോഡിലായിരുന്നപ്പോഴും അതിനുശേഷം പിന്നീട് ദീൻദയാൽ മാർഗിലേക്ക് പാർട്ടി ആസ്ഥാനം മാറുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹി തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കേരളത്തിൽ കൂടുതൽ സജീവമാകുന്നത്. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുകയും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് അദ്ദേഹത്തെ നിലനിർത്തുക എന്നത് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി ഒരു താല്പര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കീ പൊസിഷനിലേക്ക് ഇപ്പോൾ ഈ അനൂപ് ആന്റണിയെ BJP നേതൃത്വം എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഗൗതം, നമ്മൾ ഭാരവാഹി പട്ടിക പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയുമ്പോൾ ആ സമ്പൂർണ്ണ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇനിയും മറ്റു ചില പ്രധാനപ്പെട്ട പേരുകൾ കൂടി, അതായത് സോഷ്യൽ മീഡിയ കൺവീനർ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ സ്വാധീനം ചെലുത്തുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും വലിയ സ്വാധീനം ചെലുത്തുന്നു. സോഷ്യൽ മീഡിയ കൺവീനർ, അതുപോലെ തന്നെ മുഖ്യ വക്താവ്, മീഡിയ കൺവീനർ, സംസ്ഥാന സെൽ കോർഡിനേറ്റർ, അതേപോലെ തന്നെ മേഖലാ ഭാരവാഹികൾ, അവരുടെ പേര് വിവരങ്ങൾ കൂടി ഗൗതം. വിനോദെ, ഇതിനകത്ത് സോഷ്യൽ മീഡിയയുടെ കൺവീനർ അഭിജിത്ത് ആർ നായരാണ്. അഭിജിത്ത് മുൻപ് ഉത്തരഭാരതത്തിൽ, ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. അഭിജിത്തിന് വളരെ ചെറുപ്പക്കാരനാണ്, ഏതാണ്ട് 27 വയസ്സ് മാത്രമാണ് അഭിജിത്തിൻ്റെ പ്രായം. അഭിജിത്ത് ഇപ്പോൾ BJP-യുടെ സോഷ്യൽ മീഡിയയുടെ കൺവീനറായി. നേരത്തെ തന്നെ അദ്ദേഹം പ്രവർത്തനം ഇവിടെ ആരംഭിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ ഒരു ഭാരവാഹി പട്ടികയിലാണ് വരുന്നത് എന്നതേ ഉള്ളൂ. കഴിഞ്ഞ 3 മാസക്കാലമായി തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അഭിജിത്ത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. മുഖ്യ വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്ററാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് എത്തുന്നത്. മുൻപും അദ്ദേഹം ഔദ്യോഗികമായി ഈ ചാനൽ ചർച്ചകളിലെത്തി BJP-യുടെ നിലപാടുകൾ വിശദീകരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ മുഖ്യ വക്താവായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യും. ഒപ്പം മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥാണ്. നമുക്കറിയാം അദ്ദേഹം ഏതാണ്ട് 14 വർഷക്കാലം ജന്മഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫായി പ്രവർത്തിച്ചിരുന്നു. മുൻപ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലും ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലുമെല്ലാം അദ്ദേഹം വളരെ സജീവമായിരുന്ന വ്യക്തിത്വമാണ്. കോട്ടയം കൂരോപ്പട സ്വദേശിയാണ് സന്ദീപ് സോമനാഥ്. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 14 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചത്. ഇപ്പോൾ BJP-യുടെ മീഡിയ കൺവീനർ എന്ന വളരെ നിർണായകമായ പദവിയിലേക്ക് സന്ദീപ് സോമനാഥും എത്തി. അദ്ദേഹവും നേരത്തെ അഭിജിത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 5 മാസക്കാലമായി അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഈ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും BJP-യുടെ സംസ്ഥാന മീഡിയ കൺവീനറായി മാരാർജി ഭവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ സന്ദീപ് സോമനാഥിൻ്റെയും അഭിജിത്തിൻ്റെയും ഔദ്യോഗികമായ പ്രഖ്യാപനം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പട്ടികയിലേക്ക് വരുന്നത്. അവർ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. ഒപ്പം സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VK സജീവനാണ്. അദ്ദേഹം നമുക്കറിയാം BJP-യുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ BJP-ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് VK സജീവൻ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ സംസ്ഥാന സെൽ കോർഡിനേറ്ററായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, അതേപോലെ തന്നെ മീഡിയ കോർഡിനേറ്ററായിട്ട് മുഖ്യ വക്താവായി P ജയചന്ദ്രൻ മാസ്റ്ററെ കൂടി, കോഴിക്കോട് P ജയചന്ദ്രൻ മാസ്റ്ററെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് മുഖ്യ വക്താവായി വരിക. V വിനീഷ് കൂടി ചേരുന്നു. വിനീഷ്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഇനി മേഖലാ ഭാരവാഹികളെ കൂട്ടി ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലാ ഭാരവാഹികളുടെ പേരുവിവരങ്ങൾ കൂടി വിനീഷ്. തീർച്ചയായിട്ടും 5 മേഖലാ ഭാരവാഹികളാണുള്ളത്. അഡ്വക്കേറ്റ് K ശ്രീകാന്ത് കോഴിക്കോട് ജില്ലയുടെ മേഖലയുടെ ഭാരവാഹിയാണ്. ഒപ്പം തന്നെ ശ്രീ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പാലക്കാട് ജില്ലയുടെ 5 മേഖലകളായിട്ടാണ് കേരളത്തെ BJP മേഖലകൾ തിരിച്ചിരിക്കുന്നത്. അതിൽ ശ്രീ A നാഗേഷ് എറണാകുളം മേഖലയുടെ ചുമതലയിലാണ്. ശ്രീ N ഹരി ആലപ്പുഴ ജില്ലയുടെ ചുമതലയിലാണ്. ശ്രീ BB ഗോപകുമാർ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയിലാണ്. അങ്ങനെ 5 മേഖലയായി തിരിച്ച മേഖലാ കൺവീനർമാരുടെ പേരുകളാണ് നമ്മൾ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഒന്ന് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് കോഴിക്കോട്, ശ്രീ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പാലക്കാട്, ശ്രീ നാഗേഷ് എറണാകുളം, ശ്രീ N ഹരി ആലപ്പുഴ ജില്ല, ശ്രീ BB ഗോപകുമാർ തിരുവനന്തപുരം ജില്ല. ഇങ്ങനെ മേഖലാ ചുമതലയുള്ളവരാണ് ഇവർക്ക്. എന്തായിരുന്നാലും നേരത്തെ വന്ന ഭാരവാഹി പട്ടികയോടൊപ്പം തന്നെ മേഖലാ ഭാരവാഹികളുടെ വിവരങ്ങളും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവരുടെ പട്ടികകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ കൺവീനർമാരുടെ ചുമതല അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എന്നാലും നിലവിൽ പുതിയ ഭാരവാഹി പട്ടിക പൂർണ്ണമായി തന്നെയാണ്
പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ അഭിജിത്ത് ആർ നായർ ഇടുക്കി ജില്ലയിൽ നിന്നാണ്. സോഷ്യൽ മീഡിയ കൺവീനറായി അഭിജിത്ത് ആർ നായരും ഒപ്പം തന്നെ മുഖ്യ വക്താവായി ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ കോഴിക്കോടാണ്. ബി.ജെ.പിയുടെ മുഖ്യ വക്താവ് എന്ന പദവിയിലേക്ക് ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ എത്തുകയാണ് കോഴിക്കോട് നിന്ന്. സാധാരണഗതിയിൽ മുഖ്യ വക്താവ് പദങ്ങളിൽ ഒന്നിലധികം പേർ എത്തേണ്ട സാധാരണഗതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ബി.ജെ.പി. പട്ടികയിൽ ഉണ്ടാകാറ്. പക്ഷേ ഇത്തവണ ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ മാത്രമായി മുഖ്യ വക്താവ് എന്ന പദവിയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ മീഡിയ കൺവീനർ പദവിയിലേക്ക് ശ്രീ സന്ദീപ് സോമനാഥ് കോട്ടയം ജില്ലയിൽ നിന്നാണ്. സംസ്ഥാന സെൽ കോർഡിനേറ്റ് കൺവീനറായി അഡ്വക്കേറ്റ് വി.കെ. സജീവൻ കോഴിക്കോട് നിന്ന്. അങ്ങനെ ഒരു സമ്പൂർണ്ണ ഭാരവാഹി പട്ടിക തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പട്ടികയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, വൈസ് പ്രസിഡന്റ് പദങ്ങളിലേക്ക് 10 പേരും ഒപ്പം തന്നെ സെക്രട്ടറിമാർ പദത്തിലേക്ക് 10 പേരും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് 4 പേരും എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന ട്രഷററായി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷറർ പദവിയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഓഫീസ് സെക്രട്ടറിയായി ശ്രീ ജയരാജ് കൈമൾ നേരത്തെയും ബി.ജെ.പിയുടെ ഓഫീസ് സെക്രട്ടറി ചുമതല കഴിഞ്ഞ കുറേ നാളുകളായി വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ തന്നെയാണ് ശ്രീ ജയരാജ് കൈമളെ തന്നെയാണ് ഓഫീസ് സെക്രട്ടറി പദവിയിലേക്കും എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സമ്പൂർണ്ണ പട്ടിക തന്നെയാണ്, ഭാരവാഹി പട്ടിക തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലെയും വ്യക്തിപ്രഭാവങ്ങളുള്ളവരും ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെയും തന്നെയാണ് ഇപ്പോൾ സംഘടനാ ചുമതലകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്.